എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ബീസ് കുറുമക്കറിയാണ്. ഈ ഒരു കുറുമക്കറിയുടെ പാചകവും നമ്മൾ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. രാവിലത്തേക്ക് ഇനി എന്ത് എന്ന് ചിന്തിക്കുന്ന കൂട്ടുകാർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഗ്രീൻ പീസ് കുറുമക്കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 1/4 കിലോ അളവില് ഗ്രീൻ പീസ് തലേ ദിവസം തന്നെ കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സവാളയും ഒരു തക്കാളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും 10 അല്ലി വെളുത്തുള്ളിയും എരിവിനാവശ്യമായ പച്ചമുളകുമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ആദ്യമേ തന്നെ ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിനായിട്ടൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചേരുവകളെല്ലാം തന്നെയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വെന്തുവരാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 6 വിസിൽ വരുന്നത് വരെയും നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഗ്രീൻ പീസ് വെന്തുവരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് 2 കൈപ്പിടി നാളികേരവും 15 കാഷ്യൂസും ഉണളവിലെ പെരിഞ്ചീരകവും കൂടി ചേർത്തൊന്ന് അരച്ചുകൂടി വെക്കണം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഗ്രീൻ പീസും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറുമക്കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് 2 കഷ്ണം കറുവപ്പട്ടയും 4 ഏലക്കയും 3 ഗ്രാമ്പൂ ഇതിന്റെ കൂടെ തന്നെ വറമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒരു സവാള കൂടി ചേർത്തിട്ട് വേണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാനായിട്ടും. സവാള ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഒന്ന് ചെറുതായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ക്യാരറ്റിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങും ചേർക്കാവുന്നതാണ്. ക്യാരറ്റ് ഒന്ന് വാടി വന്നാല് പിന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് വേണം ഒന്നുകൂടെ വഴറ്റിയെടുക്കാനായിട്ടും. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. അരപ്പ് വാടി ഒന്ന് തിളച്ചു തുടങ്ങിയാൽ പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ആണ് ചേർക്കേണ്ടത്. ഗ്രീൻ പീസ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് ഗ്രീൻ പീസ് നമുക്കൊന്ന് ഉടച്ചുകൂടെ ചേർക്കാം. അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി കറി ചെറുതായിട്ടൊന്ന് തിളച്ചു തുടങ്ങണം. ഈ ഒരു സമയത്ത് കറിയുടെ ടേസ്റ്റ് കൂട്ടുന്നതിനായിട്ട് ഒരു നുള്ളു പഞ്ചസാര കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ അളവില് ഗരം മസാലപ്പൊടി കൂടി ചേർക്കണം. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഗ്രീൻ പീസ് കുറുമക്കറി ഇവിടെ റെഡിയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ